അസ്സലാമു അലൈക്കും. അമ്പലക്കടവ് ഫൈസി ഇപ്പോൾ നിരീശ്വരവാദികളുടെ ഏജന്റ് പണി എടുക്കുകയാണല്ലോ. ഷാർ മുബാറക്ക് വിഷയത്തിൽ വീണ്ടും വിവാദങ്ങൾ ഉണ്ടാക്കി ഞാനിവിടെയൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഫൈസിയോട് വളരെ വിനീതമായി ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. ഇത് ഒരു വെല്ലുവിളിയായിട്ടും ഏറ്റെടുക്കാം. പണ്ട് നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ടും മുങ്ങി ഒളിച്ച് നടന്നതാണ്. അതുകൊണ്ട് ഈ ഒരു അവസരം, ഇപ്പോൾ നിങ്ങൾ പുതിയ വിവാദം ഉണ്ടാക്കി വന്നതാണല്ലോ, അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ അത് താങ്കളെ വീണ്ടും കേൾപ്പിക്കണം. ഞാനിവിടെ ഒരു ക്ലിപ്പ് കേൾപ്പിക്കാം. അത് നിങ്ങൾ കേൾക്കണം, എന്നിട്ട് അത് ഏറ്റെടുക്കണം, അതിന് പരിഹാരമുണ്ടാക്കണം. ഈ ഒരു അവസരം അതിന് നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്കറിയാം, മഹാനായ ഷെയ്ഖ് ഖസ്റജി മഹാനവറുകൾ ആരാണെന്നും നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ തന്നെ പറയട്ടെ, ഞാനതൊന്ന് കേൾപ്പിക്കാം. അതുപോലെ അബുദാബിയിൽ ഷെയ്ഖ് ഖസ്റജി ഉണ്ട്. അബുദാബിയുടെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി, യുഎയുടെ മന്ത്രി. അദ്ദേഹം ഖസ്റജി കുടുംബമാണ്, അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. കേട്ടില്ലേ? ഇത് നിങ്ങൾ തന്നെ പറഞ്ഞതാ. ഷെയ്ഖ് ഖസ്റജി ആരാണെന്ന് വളരെ വ്യക്തമായി നിങ്ങൾക്കറിയാം. യുഎയിലെ വളരെ ഔദ്യോഗികമായ ഒരു ഫാമിലിയിൽപ്പെട്ട ആളാണ്. മാത്രമല്ല, അദ്ദേഹം ഖസ്റജി കുടുംബമാണ്, അൻസ്വാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. ഇത് നിങ്ങൾ പറഞ്ഞതാണ്. അപ്പോ മഹാനായ ഷെയ്ഖ് ഖസ്റജി മഹാനാണ്, അൻസ്വാരി കുടുംബത്തിൽപ്പെട്ട മഹാനാണ് എന്നൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ആ ഷെയ്ഖ് ഖസ്റജി മഹാനവറുകൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട്, കേരളത്തിൽ വന്നിട്ട്, നമ്മുടെ നാട്ടിൽ വന്ന് അദ്ദേഹം വളരെ വ്യക്തമായി നിങ്ങളോട് ആവശ്യപ്പെട്ടത്, നിങ്ങളെ മുമ്പിൽ വന്ന്, നിങ്ങളെ വീട്ടിൽ വന്ന് എന്നർത്ഥം. നിങ്ങളെ വീട്ടിൽ വന്ന് എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യത്തുള്ള ആള് നമ്മുടെ നാട്ടിൽ വന്ന് നമ്മളോട് വെല്ലുവിളിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെയൊക്കെ മൂക്കിന് തോണ്ടിയിട്ട് വെല്ലുവിളിച്ചു എന്നർത്ഥം. അദ്ദേഹം വെല്ലുവിളിക്കുന്നത് ഞാൻ നിങ്ങളെ ഒന്നും കൂടെ കേൾപ്പിക്കുകയാണ്. നിങ്ങളതൊക്കെ കേട്ടതാണെന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ ഒന്നും കൂടെ കേൾപ്പിക്കുകയാണ്. ഈ അവസരം നിങ്ങളത് ഉപയോഗപ്പെടുത്തണം, അത് ഏറ്റെടുക്കണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. على تلك الوثائق أو رؤية خصائص النبوي الشعر النبوي الشريف عن كثب إلا أنه لم يأتنا أحد لهذا الغرض. وعندما سمعتم بوجود المنكرين المخالفين للآثار النبوية الشريفة ولصحة نسبة الشعرة المباركة الموجودة عند فضيلة الشيخ أبي بكر أحمد في بلد تشرف بنور الإسلام في عهد سيدنا محمد صلى الله عليه وآله وصحبه وسلم، فاستفسرت عن هويتهم وانتسابهم، ثم راسلت زعيمهم عن طريق البريد الإلكتروني. أخبرته بأن مثل هذه الأمور والخلافات توجد الفتن بين المسلمين، ويجب علينا ونحن من بيوت علم عريقة أن نجلس ونتباحث في الأمر ونطلعه أو من يمثله على الأسانيد والوثائق التي بحوزتنا ليتبين الحق بدل تشتيت الصفوف. മറ്റൊരു കാര്യവും കൂടി നിങ്ങൾ ഗൗരവപൂർവ്വം കേൾക്കണം. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ തിരുശേഷിപ്പുകളെ സംബന്ധിച്ച് ആർക്കെങ്കിലും വല്ല സംശയമുണ്ട് എങ്കിൽ അവരെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അവർക്ക് വേണ്ടതായ എല്ലാ രേഖകളും നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് പലവട്ടം പറഞ്ഞിരുന്നു. പക്ഷേ എന്റെ ആ അഭ്യർത്ഥന മാനിക്കാനോ അത് ചെവിക്കൊള്ളാനോ ആരും തയ്യാറായില്ല. മാത്രമല്ല, നിങ്ങൾക്കറിയാമോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ദീനുൽ ഇസ്ലാം വന്ന പുണ്യഭൂമിയാണല്ലോ നിങ്ങളുടെ കേരളം. ഈ കേരളത്തെ സംബന്ധിച്ച് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ഒരു വസ്തുത, ഫളീലത്തു ശൈഖ് അബൂബക്കർ ഞാൻ ആ പുണ്യ തിരുദേശങ്ങളിൽ നിന്ന് ഒരു ദേശം കൊടുത്തപ്പോൾ ഈ നാട്ടിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ദീനുൽ ഇസ്ലാം എത്തിയ ഈ നാട്ടിൽ ആ തിരുശേഷിപ്പിനെ എതിർക്കാൻ, കണ്ടവരുടെ ചീത്ത പറയാൻ കുറെ ആളുകളുണ്ട് എന്നുള്ള വിവരം ഞാൻ അറിഞ്ഞപ്പോൾ ഇവരാരാണ്, ഏത് പാർട്ടിക്കാരാണ്, ഇവരേത് വിഭാഗമാണ് എന്ന് ഞാൻ അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ അവരുടെ നേതാവാരാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ
ശരിക്ക് കേട്ടില്ലേ? നല്ലോണം തിരിഞ്ഞിട്ടുണ്ടല്ലോ. ഇത് മുമ്പും നിങ്ങൾ കേട്ടതാണ്, ശരിക്ക് തിരിഞ്ഞതുമാണ്. എന്നാൽ അന്ന് നിങ്ങൾ മുങ്ങി, അന്ന് നിങ്ങൾ ഒളിച്ചു. ഇതൊക്കെ ശരിക്ക് കേട്ടിട്ടേ, ഇത് മറ്റൊരു രാജ്യത്തുള്ള ആള് നമ്മളെ നാട്ടിൽ വന്ന് നിങ്ങളെ വെല്ലുവിളിച്ചിരിക്കുക. ഇത് ഏറ്റെടുക്കാതെ ഒളിച്ച് നടക്കുന്നത് എന്താ നിങ്ങളെ കുറിച്ച് പറയാ? എന്താ ഫൈസി പറയേണ്ടത്? പണ്ട് റഹ്മത്തുള്ള കാസിമി പറഞ്ഞതുപോലെ ഉളുപ്പുണ്ടോ എന്ന് ചോദിച്ചു പോവുക. മറ്റൊരു രാജ്യത്തുള്ള ആള് നമ്മളെ നാട്ടിൽ വന്നിട്ട് നിങ്ങളെ മൂക്കിന്റെ മുമ്പിൽ വന്ന് മൂക്കിന് തോണ്ടിയിട്ട് നിങ്ങളെ വെല്ലുവിളിച്ചിട്ട് അത് സ്വീകരിക്കാതെ മുങ്ങി നടക്കുക. അതുകൊണ്ട് ഇപ്പൊ നല്ലൊരവസരം. ഞാൻ നിങ്ങളെ വീണ്ടും കേൾപ്പിക്കുകയാണ്, ഇത് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാകണം. എന്തൊക്കെയാ പറഞ്ഞത്? നിങ്ങളോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടു, നിങ്ങളെ നേതാക്കന്മാരെ അറിയിച്ചു. എന്നിട്ടൊക്കെ നിങ്ങൾ കാണിച്ചതെന്താ? ഷാർ മുബാറക്ക് വിഷയത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അവരെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്, അവർക്ക് വേണ്ട എല്ലാ രേഖകളും നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ പലവട്ടം പറഞ്ഞിരുന്നു. എന്റെ അഭ്യർത്ഥന ആരും മാനിച്ചില്ല, ചെവിക്കൊണ്ടില്ല. അദ്ദേഹം പറയാ, നമ്മളെ നാട്ടിൽ വന്നാ പറയുന്നത്, നിങ്ങളെ മുമ്പിൽ വന്നിട്ടാ പറയുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത് സ്വീകരിക്കണം. വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ومن باب النصح لجمع كلمة المسلمين وخدمة الآثار النبوية الشريفة فإنني أؤكد اليوم تلك الرغبة وأن بيتنا في أبو ظبي مفتوحا لاستقبال كل راغب للتبرك بالآثار النبوية الشريفة أو الاطلاع على الخصائص والتي هي عندي أهم وأبلغ من الأسانيد وكذلك الاطلاع على الأسانيد والوثائق لأهل العلم والباحثين. തിരുശേഷിപ്പുകളെ നിന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ അനുയായികൾ അപകടത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ, മുസ്ലിങ്ങളുടെ ഐക്യം നിങ്ങളുടെ അനുയായികൾ മുഖേന തകർക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ ആ നേതാവിനോട് പറഞ്ഞു, അനുയായികളെ കണികാനിടുക, നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ എന്റെ വീട്ടിൽ വരിക എന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഞാനിപ്പോഴും ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്, അബുദാബി എന്നത് ഈ ഭൂലോകത്ത് തന്നെയല്ലേ? അതിനവരെ നിങ്ങളൊന്ന് വരാൻ തയ്യാറാവുക. ഞാൻ ഇതിന് വേണ്ട മുഴുവൻ രേഖകളും ഞാൻ നിങ്ങൾക്ക് കാണിപ്പിച്ചു തരുന്നതാണ്. വളരെ വ്യക്തമായി ഇത് സംബന്ധമായ മുഴുവൻ തർക്കങ്ങളും തീർക്കാൻ നിങ്ങൾ ആരെങ്കിലും മനസ്സാക്ഷിയുള്ളവരുണ്ടെങ്കിൽ വരണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ആ നേതാവോ അദ്ദേഹത്തിന്റെ പ്രതിനിധികളോ നായകരോ മറുപടി പറയാൻ തയ്യാറായില്ല. ഫൈസി, ഇതും കൂടെ കേട്ടില്ലേ? എത്ര ക്ലിയർ ആണ്! ഇപ്പൊ വളരെ ക്ലിയർ ആയി. ഇനി ഇതങ്ങോട്ട് ഏറ്റെടുക്കുക. ഓക്കെ, ഇപ്പൊ നല്ലൊരു ചാൻസ് ആണ്. എത്ര വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകണം, എന്റെ അടുത്ത് വരിക. അബൂദാബി ഈ ഭൂലോകത്ത് തന്നെയല്ലേ? നിങ്ങളൊന്ന് വരാൻ തയ്യാറാവുക. അതിനു വേണ്ട മുഴുവൻ രേഖകളും ഞാൻ കാണിച്ചു തരാൻ തയ്യാറാണ്. നമ്മളെ നാട്ടിൽ വന്നിട്ടാ പറയുന്നത്, നിങ്ങളെ മൂക്കിന്റെ മുമ്പിൽ വന്നിട്ടാ ഇദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാം, മനസാക്ഷിയുള്ളവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ വരാൻ തയ്യാറാകണം. ഫൈസി, അങ്ങനെയുണ്ടോ? മനസാക്ഷിയുണ്ടോ? നിങ്ങളിപ്പോ പുതിയ ക്ലിപ്പിൽ പറഞ്ഞെന്താ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ആധാറുമായി ബന്ധപ്പെട്ട വിഷയമാണ്, വലിയ വിഷയമാണ് എന്നൊക്കെ അല്ലേ? അതുകൊണ്ട് വലിയ വിഷയമാണ്. ഷാർ മുബാറക്കുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് ഇതിന് നിങ്ങളൊന്ന് തയ്യാറാകണം. അതുകൊണ്ട് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ.